നമ്മൾ എവിടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയെന്തെന്ന് നമ്മൾ അറിയുന്നതിനേക്കാളും ഉപരി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. സംശയമുണ്ടോ നമുക്ക്? എൻ്റെ ജീവിതത്തിൻ്റെ നന്മ എന്താണെന്ന് ഞാൻ അറിയുന്നതിനേക്കാളും ഉപരി അറിയുന്നവനാണ് എൻ്റെ കർത്താവ്. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഉപരി നന്മ അറിയാവുന്നവൻ എൻ്റെ ദൈവമായതുകൊണ്ട് ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, സാഹചര്യങ്ങളിൽ ചിലതൊക്കെ ദൈവം നിഷേധിക്കുമ്പോൾ, ചില അനുഗ്രഹങ്ങളോട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാലുള്ള അനുഗ്രഹങ്ങളോട് ദൈവം നോ പറയുമ്പോൾ, കർത്താവ് വേണ്ട എന്ന് പറയുമ്പോൾ, തരാതിരിക്കുമ്പോൾ നമ്മൾ ആകുലപ്പെടരുത്, അസ്വസ്ഥരാകരുത്, ഭാരപ്പെടരുത്. ദൈവത്തിൻ്റെ ഒരു ഉന്നതമായ പ്രവൃത്തി, ദൈവരാജ്യത്തിൻ്റെ ഒരു ഉന്നതമായ പ്രവൃത്തി നിന്നിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ അനുവദിക്കുന്നത്. ഹല്ലേലൂയ. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു തീരുമാനമാണ്, നിയോഗമാണ്, ദൈവനിയോഗമാണ്. കാരണം ദൈവം എന്തൊക്കെയോ ഉന്നതമായ ഒരു ദൈവനിയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആകണമെന്നില്ല, മനസ്സിന് സന്തോഷം തരുന്നതാകണമെന്നില്ല. അതിനേക്കാളും ഉന്നതമായ ദൈവനിയോഗം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ ഭൗതിക ജീവിതത്തിൽ ചില തടസ്സങ്ങളും ചില പ്രയാസങ്ങളും ചില പ്രതിസന്ധികളും ചില സഹനങ്ങളും ചില രോഗങ്ങളും ചില പ്രത്യാഘാതങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ അമിതമായി ആകുലപ്പെടാതെ ദൈവം എന്ത് ആത്മീയ നന്മയാണ്, ആത്മീയ വളർച്ചയാണ് ഈ അനുഭവത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കി അതിനോട് വിധേയപ്പെടുമ്പോൾ നമ്മൾ ആത്മീയ കൃപയുള്ളവരായി, ബലമുള്ളവരായി, കരുത്തുള്ളവരായി ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെട്ട് കിട്ടും. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മെ ആത്മീയമായി രൂപപ്പെടുത്തുന്നത് എല്ലാം തന്നുകൊണ്ടല്ല. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ദൈവം നമ്മെ ആത്മീയമായി ബലപ്പെടുത്തുന്നതും ദൈവം നമ്മെ ആത്മീയമായി രൂപപ്പെടുത്തുന്നതും ദൈവം നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് ആത്മാവിൻ്റെ പാപക്കറകളിൽ നിന്നും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവസ്നേഹ ഐക്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തന്നുകൊണ്ടല്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരുപക്ഷെ തടസ്സം നിന്നുകൊണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറമായി ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് നമ്മളെ ചലിപ്പിക്കാൻ തക്ക വിധത്തിൽ ചില ജീവിത അനുഭവങ്ങളിൽ സഹനങ്ങളും വേദനകളും മുറിപ്പാടുകളും നൊമ്പരങ്ങളും തിക്താനുഭവങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് ദൈവം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയമായി അല്പമെങ്കിലും ഉണർന്നവനും ഉയർന്നവനും മാത്രമേ ഈ ആത്മീയ രഹസ്യം മനസ്സിലാക്കാൻ പറ്റൂ. അതല്ല എങ്കിൽ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പരീക്ഷയിൽ, ഒരു ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു തടസ്സം ഉണ്ടായി, ആ തടസ്സമുണ്ടായതിൻ്റെ പേരിൽ തന്നെ വല്ലാതെ സംഘർഷത്തിലേക്ക് പോയവര്. ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ എന്തിന് ദൈവം ഈ തടസ്സം അനുവദിച്ചു? ഹല്ലേലൂയ. അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു തലമുടി ഇട പോലും താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവ് അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അനുവദിക്കപ്പെട്ട ഒരു തടസ്സം, ഒരു പ്രതിസന്ധി, ഒരു രോഗം, ഞാൻ കടന്നു പോകുന്ന സഹനം, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും അവര് മൂലം ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ ദുഃഖം, ഭാരം, അസ്വസ്ഥത, സങ്കടം, ഇതൊക്കെ ദൈവം അറിയാതെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും? ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവ പൈതൽ ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവസ്നേഹത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ട അടിസ്ഥാന ആത്മീയ രഹസ്യമാണ്, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തേക്ക് മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ പറഞ്ഞ്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. മനസ്സിലായെന്ന് ചോദിച്ചേ. അപ്പോ രോഗത്തിന്റെ പിന്നിൽ ഒരു ദൈവാലോചന ഉണ്ടല്ലോ, ദൈവം അറിഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? ദൈവം അറിഞ്ഞിട്ടുണ്ട്. ഈ സഹനവും ദൈവം അറിഞ്ഞിട്ടുണ്ടല്ലോ, ഈ സങ്കടവും ദൈവം അറിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് രാജാവ് തൻ്റെ അനുചരന്മാരോട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക.
അപ്പോ ഷിമയി എന്ന് പറയുന്ന ഒരുവനെ ദാവീദിന്റെ പുറകെ നടന്ന് ശപിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നല്ല പച്ചത്തെറി പറഞ്ഞുകൊണ്ടിരിക്കുക പുറകെ നടന്നുകൊണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ദ്രോഹിക്കാനും പോയിട്ടില്ല, ഉപദ്രവിക്കാനും പോയിട്ടില്ല, ഒരു വാക്കും മിണ്ടാൻ പോലും അവരോട് പോയിട്ടില്ല. ഈ അയൽവക്കക്കാരോട് നമ്മൾ ഒരു വാക്കും മിണ്ടാൻ പോലും പോയിട്ടില്ല. അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും നമ്മൾ പോകുന്നില്ല. എൻ്റെ അച്ഛാ, അവരായിട്ട് ഒരു ഉപദ്രവത്തിനും ഒരു നന്മയ്ക്കും ഒന്നിനും ഞങ്ങൾ പോകാറില്ല. എന്നിട്ടും ഞങ്ങളെ ഇങ്ങനെ അകാരണമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അച്ഛാ എന്നൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ ഷിമയി എന്ന് പറയുന്നവൻ ദാവീദ് രാജാവിനെതിരെ ഇങ്ങനെ ശാപവാക്കുകൾ പുറകെ നടന്ന് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക, പുലമ്പിക്കൊണ്ടിരിക്കുക. അപ്പോ നമ്മുടെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ നമ്മുടെ പുറകെ നടന്ന് ഇങ്ങനെ പുലമ്പുന്നവരൊക്കെ ഉണ്ടാകും. ഇങ്ങനെ നടന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ദാവീദിന്റെ അടുത്ത് പറഞ്ഞു, അനുചരന്മാർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ, അവൻ അങ്ങോട്ട് തീർത്ത് കളഞ്ഞാലോ. അപ്പോൾ ദാവീദ് രാജാവിന്റെ കൂടെ നടന്നു, നമുക്ക് അവൻ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ, ശല്യമായിട്ട് മാറിയിരിക്കുക. കാരണം എന്താ, അവൻ നമ്മുടെ പുറകെ നടന്ന് നമുക്കെതിരെ അല്ലെങ്കിൽ രാജാവിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവസാനിപ്പിച്ചാലോ അല്ലേ? മാനുഷികമായ ചിന്തയാണ്. കർത്താവ് പറഞ്ഞില്ലേ, വാളെടുത്തവൻ വാളാൽ, അതുകൊണ്ട് പറഞ്ഞു വാളുറയിലിടാൻ പറഞ്ഞു എന്ന് പറയുന്ന പോലെ നമ്മുടെ മാനുഷികമായ വൈകാരികതയിൽ നിന്നും സഡൻലി ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു റിഫ്ലക്ഷനാണ്, ഒരു തീരുമാനമാണ് നമുക്കെതിരെ നിൽക്കുന്നവരെ നശിപ്പിക്കാന്നുള്ളത്. മാനുഷികമായ ചിന്തയാണ്. അത് ലോകത്തിന്റെ ഒരു എന്താ പറയില്ല, ഒരു തീരുമാനമാണ്. അതിനെയാണ് നമുക്കറിയാം കാൽവരി കുരിശിൽ ഈശോ വിശുദ്ധീകരിച്ചത്. ഈ അവസ്ഥയാണ്, ഈ സാധ്യതയാണ് ഈശോ കാൽവരി കുരിശിൽ വിശുദ്ധീകരിച്ചത്. ഇനി അവിടെ നിൽക്കട്ടെ. ഈ ദാവീദ് അപ്പൊ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് പറയും, മക്കളെ, ഈ പറയുന്ന ഷിമയി എന്നെങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കല്ലേ, ദൈവം പറഞ്ഞിട്ടാണ് അവൻ എന്നെ ശപിക്കുന്നതെങ്കിൽ അല്ല എന്ന് പറയാൻ, നോ എന്ന് പറയാൻ ഞാൻ ആരാണ്? ദൈവം അനുവദിച്ചിട്ടാണ് അവൻ എന്നെ ശപിക്കുന്നതെങ്കിൽ, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. അപ്പോ ദൈവം അനുവദിച്ചിട്ടാണ് അവൻ എൻ്റെ പുറകെ നടന്ന് അവൻ എന്നെ ശപിക്കുന്നതെങ്കിൽ നോ എന്ന് പറയാൻ ഞാൻ ആരാണ്? ഹല്ലേലൂയ. കണ്ടോ, ആത്മീയ വളർച്ച പ്രാപിച്ചവന്റെ ഒരു എന്താ പറയല്ലേ, തീരുമാനമാണ് ഈ പറയുന്നത് ദാവീദ്. ബാക്കിയുള്ളവർ പറഞ്ഞു നമുക്ക് അവനെ നശിപ്പിച്ചേക്കാന്ന് പറഞ്ഞു, നമുക്കെതിരെ തിന്മ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് അതിനെ കൂടെ നശിപ്പിച്ചേക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ദാവീദ് പറഞ്ഞു നോ, അവൻ അങ്ങനെ ചെയ്യണമെന്നുള്ളത് കർത്താവിന്റെ തീരുമാനമാണെങ്കിൽ നോ എന്ന് പറയാൻ നമ്മൾ ആരാണ്? നമ്മൾ ആരാണത്? അപ്പോ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ ഒന്നും, അല്ലെങ്കിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ചില ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില അസ്വസ്ഥതകൾ, നമ്മൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ചില വേദനാജനകമായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം, മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഉണ്ടാകാം, വിശ്വാസ ജീവിതത്തെ, വിശുദ്ധ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലൂടെയും ഞാനും നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. ഈ അനുഭവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ, എന്തിനാണ് ദൈവമേ നീ അറിഞ്ഞ് ഇത് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചത്? ഹല്ലേലൂയ. ഇതിപ്പോ നമ്മുടെ പാപത്തിന്റെ വിഷയങ്ങളല്ല ഞാൻ പറയുന്നത്. പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാം, അത് നമ്മൾ കഴിഞ്ഞ കാര്യമാണ്, അത് കഴിഞ്ഞ കാലമാണ്. ഇന്നലെ കൊണ്ട് അതെല്ലാം തീർന്ന്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട വിഷയമില്ല. ഇപ്പൊ നമ്മുടെ ആത്മാവ് ദൈവത്തോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. നമ്മൾ കർത്താവിന്റെ മക്കൾ എന്ന പദവിയിലാണ്, സ്വർഗത്തിന്റെ സ്വന്തമായിട്ട് മാറ്റപ്പെട്ട്. ഇനി നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ, കടന്നു പോകുന്നുണ്ടോ, അതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടും ദൈവം അനുവദിച്ചുകൊണ്ടുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ ദൈവം വൈകുന്നേ, ദൈവം എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കാഞ്ഞിട്ടാണോ ദൈവം വൈകുന്നേ, ദൈവത്തിന് എന്നോട് സ്നേഹമില്ലേ, അതുകൊണ്ടാണോ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്, ദൈവം എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ഞങ്ങളെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ കൃത്യമായ ഉത്തരം ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ തരുന്നുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു സംഭവമുണ്ട്. ലാസർ രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും പേര്, സ്വന്തം സഹോദരിമാർ മർത്തായും മറിയവും യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചു.
അപ്പോൾ ഇവരിങ്ങനെ യേശു ഇങ്ങനെ കറങ്ങി നടക്കുവാണല്ലോ. അപ്പോൾ എവിടെയാണെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. അതുകൊണ്ട് കുറച്ച് പേരെ സന്ദേശവാഹകർ അയച്ചു. ഇന്നൊക്കെ ആണെങ്കിൽ നമുക്ക് മൊബൈൽ എടുത്തിട്ട് ഒരു മിസ് കോൾ വിട്ടാൽ മതി, കർത്താവ് നീ എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോഴേക്കും കർത്താവ് തിരക്കിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കർത്താവ് തിരിച്ച് വിളിച്ചേനെ. എന്നിട്ട് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കായിരുന്നു. ജെറുസലേമിലാണ്. അവിടുത്തെ സിസ്റ്റം നമുക്കറിയാം. മലയോരങ്ങളാണ്. ഇങ്ങനെ ആട്ടിടയന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, എവിടെയും വരെയൊക്കെ പോകും, എങ്ങോട്ടൊക്കെ പോകുന്ന ഒരു പിടുത്തമില്ല. അതുകൊണ്ട് ചില ഇങ്ങനെ ആടുമാടുകളൊക്കെ മേയിച്ചിങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളൊക്കെ കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ യേശു തൻ്റെ ശുശ്രൂഷയുമായിട്ട് ഇങ്ങനെ പലയിടങ്ങളിലേക്ക് പോവുക. അങ്ങനെ പോകുമ്പോൾ ഇവരെന്ത് ചെയ്തു? ആരെയോ പറഞ്ഞു വിട്ടു. ഈ പറഞ്ഞ ആൾ ഇങ്ങനെ കറങ്ങി അവസാനം ചോദിച്ചു എവിടെയാണെന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങനെ പറഞ്ഞ് കേട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നു. കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ആ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, കർത്താവെ ഇതാ, ആ വാക്ക് ശ്രദ്ധിക്കണം, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ. ആ വാക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. ഈ വാക്ക് മിസ് ചെയ്താൽ കർത്താവിന് നമ്മളോട് സ്നേഹമില്ലെന്ന് പറയും. ചില തടസ്സങ്ങളും ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ദൈവത്തിന് നമ്മോട് സ്നേഹമില്ല എന്ന് നമ്മുടെ മനസ്സിലെങ്കിലും ഒരു തോന്നൽ പിശാച് തരും. അപ്പോ ഇവിടെ ആ വ്യക്തി കർത്താവിനെ അന്വേഷിച്ച് വന്ന് കർത്താവിൻ്റെ അടുത്ത് സന്ദേശം പറയാൻ വന്ന വ്യക്തി പറയാണ്, കർത്താവെ ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുത്തേക്ക് ആളയച്ചു. ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞു. അപ്പോൾ വന്നിരുന്ന ആൾ പറഞ്ഞിട്ട് ലാസർ രോഗിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഈ കടന്നു പോകുന്ന രോഗമുണ്ടല്ലോ, അതാ മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ആ രോഗം വന്നാൽ മരിക്കും. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ള രോഗമല്ല. പിന്നെയോ പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. നോക്കണേ, ലാസർ രോഗബാധിതനായി മരിക്കാൻ കിടക്കുക. അപ്പൊ അവൻ മരിക്കാൻ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നവനോട് കർത്താവ് പറഞ്ഞത്, ഈ രോഗം, ഈ തകർച്ച, ഈ പ്രതിസന്ധി, ഈ തടസ്സം, ഇതൊന്നും മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. മറിച്ച് കർത്താവ് പറയാണ്, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ യേശു ലാസറിനെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? വചനം എന്നാ പറയുന്നത്? താൻ സ്നേഹിച്ചിരുന്ന ലാസർ എന്നാ പറയുന്നത്. അപ്പൊ യേശു അത്രയധികം ലാസറിനെയും മർത്തായെയും മറിയത്തെയും സ്നേഹിച്ചിരുന്നു. കാരണം തന്റെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഇടയ്ക്ക് കയറിച്ചിട്ട് ഭക്ഷണമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഈ ലാസറിന്റെ കുടുംബമാണ്. കർത്താവിന്റെ തന്റെ സുവിശേഷ വേലയിൽ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. ഇടയ്ക്കൊന്ന് ഇത്തിരി റെസ്റ്റ് എടുക്കാനും ഒക്കെ കയറിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഈ ലാസറിന്റെയും മർത്തായുടെയും മറിയത്തിന്റെയും ഭവനം. അതുകൊണ്ട് തന്നെ ലാസറിനെ കർത്താവ് ഒത്തിരി സ്നേഹിച്ചിരുന്നു, കുടുംബത്തെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. കാരണം തൻ്റെ സുവിശേഷ പ്രവൃത്തിയിൽ, തൻ്റെ സുവിശേഷ വേലയിൽ കർത്താവിനെ സഹായിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു മർത്തായുടെയും മറിയത്തിൻ്റെയും കുടുംബം. അവരെ കർത്താവ് ഒത്തിരി സ്നേഹിച്ചിരുന്നു. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കർത്താവ് ഒത്തിരി കണ്ട് സ്നേഹിക്കാത്തതിന് കാരണം കർത്താവിൻ്റെ ശുശ്രൂഷയിലും സുവിശേഷ വേലയിലും ഞാനും നമ്മുടെ കുടുംബങ്ങളും ഒരു പരിധിവരെ പങ്കുചേരാൻ വിസമ്മതിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ കുടുംബങ്ങളില്ലാത്തത് എന്നൊരു ആലോചന കൂടി അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. എന്നിട്ട് അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി രോഗിയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും രോഗിയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായി, പെട്ടെന്നൊരു ഹോസ്പിറ്റലൈസേഷനായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, പെട്ടെന്ന് തല ഇറങ്ങി താഴെ വീണു, നമ്മളൊരു ജോലിയിലായിരിക്കാം, നമ്മൾ വീട്ടിൽ അപ്പോഴില്ലായിരിക്കും. നമ്മൾ ഈ ന്യൂസ് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പോവും ഇല്ലേ? നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ ജോലിയിലാണെങ്കിൽ പറയും, അതെ എൻ്റെ ഭാര്യയ്ക്ക് ചെറിയ അസ്വസ്ഥത ഉണ്ടായി, ഞാൻ പോവുകയാണ്, ബാക്കിയൊക്കെ വന്നിട്ട് ചെയ്യാം, ബാക്കിയൊക്കെ വന്നിട്ട് പറയാം, നിങ്ങൾ മാനേജ് ചെയ്തോളൂ പറഞ്ഞിട്ട് ആ സെക്കൻഡിൽ ഓടും. ഇവിടെ വചനം പറയാണ്, ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ട് യേശു വന്നില്ല, യേശു പോയില്ല. ഇത് കഴിഞ്ഞ് യേശു ലാസറിന്റെ രോഗം മൂർച്ഛിച്ച് ലാസർ മരിച്ചു. ലാസർ മരിച്ചു. ലാസർ അടക്കപ്പെട്ടു. കല്ലറയിൽ അടക്കം ചെയ്തു ലാസറിനെ. ജെറുസലേമിൽ പോകുമ്പോൾ നമുക്ക് ആ കല്ലറ കാണാൻ പറ്റും. ജെറുസലേമിലൊക്കെ പോയിട്ടില്ലെങ്കിൽ
ബാങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് വെറുതെ ബാങ്കിലിട്ട് കളയല്ലേ. മരിക്കുന്നതിന് മുമ്പ് കർത്താവ് നടന്ന സ്ഥലങ്ങളിലും കർത്താവ് പോയ ഇടങ്ങളിലൊക്കെ ഒന്ന് പോകും, നല്ലതാ. ചിലരൊക്കെ ഉണ്ടല്ലോ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും തലമുറയ്ക്ക് വേണ്ടിയിട്ട്. അവരത് വെറുതെ നശിപ്പിച്ച് കളയോളും. കയ്യിലൊക്കെ ഈ സ്വർണവും കഴുത്തിലൊക്കെ ഈ മാലയൊക്കെ ഇട്ടുകൊണ്ട് എന്തിനാ നടക്കുന്നത്? മരിച്ചു കഴിയുമ്പോൾ അതിനുവേണ്ടി അടിയുണ്ടാകും അവിടെ അല്ലേ. മരിച്ചു കിടക്കുമ്പോൾ തന്നെ അത് വലിച്ചു പറിച്ചുകൊണ്ടോ. ചിലർ കൊന്നിട്ടാണെങ്കിൽ ചിലപ്പോൾ എടുത്തുകൊണ്ടു അല്ലേ. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. സ്വർണം തൂക്കിയിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല അല്ലേ. അതിൻ്റെ പേരിൽ നമുക്ക് അല്പം മറ്റുള്ളവർ കാണുമ്പോൾ അതാണ്ട് വലിയ സ്വർണ്ണമൊക്കെ തൂക്കിയിട്ടുണ്ട്, മുഴുവൻ കളറാ, മൊത്തം കളറാ. എന്നാലും നമ്മളല്ലേ ഈ സകലത കാലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. അത് പോട്ടെ, നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് പോട്ടെ. അപ്പം അങ്ങനെ ലാസർ മരിച്ചു, പിന്നെ അടക്കം ചെയ്തു. അപ്പോൾ രോഗിയാണെന്ന് അറിഞ്ഞതാണ് കർത്താവ്, പോയില്ല, മരിച്ചു. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസമാണ് ലാസറിന്റെ കല്ലറയ്ക്കരികിൽ കർത്താവ് വരുന്നേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇത് വലിയൊരു ആത്മീയ രഹസ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇവിടെ ലാസർ മരിച്ചു. മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു വ്യക്തി മരിച്ചാൽ അവിടെ നമുക്ക് താബോർ മലയുടെ താഴെ കുറേ കല്ലറകൾ കാണാൻ പറ്റും. ആ കല്ലറയ്ക്കൊക്കെ ചെറിയ ഇങ്ങനെ ഒരു തുളയിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തി മരിച്ചാൽ 3 ദിവസം അവരുടെ ശരീരത്തിൽ ആത്മാവ് നിൽക്കും. ഇപ്പൊ 4-ാം ദിവസം ആത്മാവ് പോകാനായിട്ട് തുളയിട്ട് കൊടുത്തേക്കും. അതവരുടെ വിശ്വാസമാണ്. അങ്ങനെ യേശു ഈ കല്ലറയ്ക്ക് അടുക്കിലേക്ക് വരുന്നത് ലാസർ മരിച്ചു 3 ദിവസം കഴിഞ്ഞു, 4-ാം ദിവസമാണ്. ഹല്ലേലൂയ. ഇപ്പൊ 4-ാം ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ദിവസം മാനുഷികമായി അവിടെ ഒരു അത്ഭുതം നടക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. നടക്കാം, മാനുഷികമായിട്ടൊരു അത്ഭുതം നടക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് 3 ദിവസം. കാരണം ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് പോയിട്ടില്ല. അപ്പൊ അവിടെ ഒരു അത്ഭുതം നടന്ന പറയാം, അത് മരിച്ചിട്ടില്ലായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലേ. അല്ലെങ്കിൽ ഡോക്ടർ പറയല്ലേ, നമുക്ക് നോക്കാം, ഞങ്ങളെ കൊണ്ടാകുന്ന ചെയ്യാം എന്ന് പറയുന്ന ഒരു സമയം കഴിഞ്ഞിട്ട് 4-ാം ദിവസം എന്ന് പറയുന്ന ഡോക്ടർ പറയാണ്, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. മനുഷ്യൻ പറയാണ്, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഡോക്ടർ വിധി എഴുതുകയാണ്, ഇനി ഒരു മെഡിക്കേഷനും ഈ രോഗിയെ സുഖപ്പെടുത്താൻ പറ്റില്ല, രക്ഷിക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു, ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു മെഡിക്കൽ സയൻസിലെ ഒരു ഡോക്ടർ വിധിയെഴുതുന്ന സമയമാണ് ഈ 4-ാം ദിവസം. ഹല്ലേലൂയ. അപ്പൊ അപ്പോഴാണ് യേശു വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്ര കണ്ട് ലാസറിനെ സ്നേഹിച്ചിരുന്നിട്ടും യേശു എത്ര കണ്ട് വൈകി എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവന്റെ ശരീരം ചീഞ്ഞളിയാനും ദുർഗന്ധം വമിക്കാനും ഉള്ള സാഹചര്യം വരെ കർത്താവ് കാത്തിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ചില ജീവിതത്തിന്റെ അനുഭവങ്ങളെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ചിലപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തെ നമ്മൾ പറയില്ലേ ആ അറ്റം വരെ, അതായത് നമ്മുടെ ജീവിതം, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന, ഒരിക്കലും ഒരു വീണ്ടെടുപ്പ് സാധ്യമല്ല എന്ന് തോന്നുന്ന അനുഭവത്തിലേക്ക് വരെ തമ്പുരാൻ നമ്മളെ നടത്തിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. ചിലപ്പോൾ അച്ഛാ എൻ്റെ മകൻ ഇനി ഒരു രക്ഷയില്ല അച്ഛാ, അതുപോലെ മദ്യപാനിയാണ് അച്ഛാ, ഇനി ഒരിക്കലും അവൻ രക്ഷപ്പെടും തോന്നുന്നില്ല. അത്രയും വർഷമായി എൻ്റെ ജീവിത പങ്കാളി, ഇത്രയും വർഷമായി, ഇനി ഒരിക്കലും രക്ഷപ്പെടുമെന്ന് എനിക്കൊരു തോന്നലില്ല അച്ഛാ. ഈ രോഗം ഡോക്ടർ പറഞ്ഞ് ഇനി രക്ഷപ്പെടില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ രോഗം ഇനി ഒരിക്കലും മാറില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോലും കടന്നു പോകാൻ ദൈവം നമ്മെ അനുവദിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സാമ്പത്തിക തകർച്ചയുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെ ദൈവം കടന്നു പോകാൻ അനുവദിക്കുമ്പോൾ ഒരിക്കലും പറയരുത്, ഉള്ളുകൊണ്ട് പോലും ചിന്തിക്കരുത് ദൈവത്തിന് നമ്മോട് സ്നേഹമില്ലെന്ന്. മനസ്സുകൊണ്ട് പോലും ചിന്തിക്കരുത് ദൈവത്തിന് നമ്മോട് സ്നേഹമില്ലെന്ന്. കാരണം ലാസറിനോട് യേശുവിന് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നിട്ട് ലാസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും യേശു പോയില്ല.
മരിച്ചെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടാകും, പോയില്ല. അടക്കം ചെയ്തു എന്ന് അറിഞ്ഞിട്ടുണ്ടാകും, യേശു പോയില്ല. യേശു ചെന്നത്, കല്ലറക്കരികിലേക്ക് ചെല്ലുന്നത്, മർത്തായുടെയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് ചെല്ലുന്നത് 4-ാം ദിവസമാണ്. മനുഷ്യന്റെ സകല പ്രതീക്ഷയും, മനുഷ്യന്റെ സകല സ്വപ്നങ്ങളും, മനുഷ്യന്റെ സകല ആലോചനകളും, മനുഷ്യന്റെ സകല കഴിവും പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കർത്താവ് ആ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ കർത്താവ് കല്ലറയ്ക്ക് അടുത്ത് വന്ന് നിൽക്കുക 4-ാം ദിവസം. ഇവിടെ നമ്മൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മുടെ കർത്താവിന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. നിരാശയുടെ, ആകുലതകളുടെ, അസ്വസ്ഥതകളുടെ, സങ്കടങ്ങളുടെ, പരാതിയുടെ, പരിഭവങ്ങളുടെ, കഷ്ടപ്പാടിന്റെ, ദാരിദ്ര്യത്തിന്റെ ഒക്കെ ഈ കല്ലറയ്ക്കുള്ളിൽ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു. ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെ അതുപോലെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. പുറമെ എല്ലാം സുന്ദരമാണ്, നാട്ടുകാർ കാണുമ്പോൾ, പുറമെ വീട്ടുകാർ കാണുമ്പോൾ എല്ലാം സുന്ദരമാണ്. ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് പാർട്ടിക്ക് പോകുന്നു, ഒരുമിച്ച് സിനിമ കാണാൻ പോകുന്നു. പക്ഷേ ദാമ്പത്യത്തിൽ ഒത്തിരിയേറെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് ആ ബന്ധം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്രയോ പേര് പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന അവസ്ഥകളുണ്ടല്ലോ, പുറത്തു പറയാൻ പറ്റിയല്ലോ, പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുറത്തു പറയാൻ കൊള്ളില്ലാത്ത രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. എന്ന് പറഞ്ഞാൽ മക്കളെ, യേശു ഒരു ദൈവ പൈതലിനെ ആഴമായി സ്നേഹിക്കുമ്പോഴും ദൈവം ചില സഹനത്തിന്റെ അങ്ങേ അറ്റം ദൈവം അനുവദിക്കും. അങ്ങേയറ്റം ദൈവം അനുവദിക്കും. അതെന്തിനാണെന്ന് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കർത്താവ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിന്റെ പിന്നിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചില ജീവിത സഹനങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്തിനാണ് ഇവിടെ ദൈവത്തിന്റെ മഹത്വം എന്നിലൂടെ ഈ അനുഭവത്തിൽ ലോകം ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിലൂടെ ലോകം കർത്താവിന്റെ മഹത്വം ദർശിക്കണം. ഹല്ലേലൂയ. എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യ ശക്തി എന്റെ കൂടെയുള്ളവർ അറിയണം, അനുഭവിക്കണം. ആ ഒരു രീതിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ചില അനുഭവങ്ങള്, നമ്മുടെ ചില തടസ്സങ്ങളൊക്കെ ദൈവം അനുവദിക്കും. എന്തിനാണ് ദൈവം ചില തടസ്സങ്ങൾ അനുവദിക്കുന്നത്? ഒറ്റ വാക്യം പറഞ്ഞാൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ അനുവദിക്കുന്നത് നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദൈവം ഒരു ദൈവ പൈതലിനെ അത്ര കണ്ട് സ്നേഹിക്കുമ്പോൾ, ഏത് വിഷയത്തിലാണ് ഒരു ദൈവ പൈതൽ വീക്കായിരിക്കുന്നത്, ആ വിഷയത്തിൽ ദൈവം തന്റെ സാന്നിധ്യം നിറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ, വിശ്വാസത്തിൽ എനിക്ക് ബലക്കുറവുണ്ട്, വിശ്വാസത്തിൽ എനിക്ക് കരുത്തില്ല, അപ്പൊ എന്നായും എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള വഴി കർത്താവ് ആലോചിക്കും. അതിന്റെ ആലോചനയുടെ പൂർത്തീകരണമാണ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ദൈവം അനുവദിക്കുന്ന തടസ്സങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഇസ്രായേൽ ജനം ഇസ്രായേലിലേക്ക്, കാനാൻ ദേശത്തേക്ക്, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴികളിലെല്ലാം തടസ്സങ്ങളാണ് അവർക്ക്. പോകുന്ന വഴിയോരങ്ങളിലെല്ലാം തടസ്സങ്ങളാണ്. ആദ്യം പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ചെങ്കടൽ നിൽക്കുക. ഒരു വിധത്തിൽ അത് മറികടക്കാൻ പറ്റില്ല. ഒരു വിധത്തിലും മറികടക്കാൻ പറ്റാത്ത ചെങ്കടലിന്റെ മുമ്പിൽ ഈ ജനത്തെ കർത്താവ് നിർത്തി. എന്നിട്ട് പുറകെ നിന്നും ഫറവോയുടെ സൈന്യത്തെ കർത്താവ് പറഞ്ഞയച്ചു. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ഫറവോയുടെ സൈന്യത്തെ കർത്താവ്, ഫറവോയുടെ ഹൃദയത്തെ കർത്താവ് കഠിനമാക്കിയെന്നാ പറയുന്നത്. കർത്താവാണ് ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കിയിട്ട് ഫറവോയോട് പറഞ്ഞു, ഇനി അവർ പോയാൽ ശരിയാകില്ലെന്ന് പറഞ്ഞിട്ട് തന്റെ സൈന്യവുമായിട്ട് ഫറവോ ഇസ്രായേൽ ജനത്തിന്റെ പുറകെ വരാൻ കാരണം കർത്താവ് തന്നെയാണ് ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കിയതും. കർത്താവ് തന്നെയാണ് ഈ ജനത്തെ ഈ പറയുന്ന ചെങ്കടലിന്റെ മുമ്പിൽ നിർത്തിയത്. പുറകോട്ടും പോകാൻ പറ്റിയല്ല, മുന്നോട്ടും പോകാൻ പറ്റിയല്ല. ചിലർ പറയല്ല, അച്ഛാ മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ, അച്ഛാ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഞെരുക്കുക. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ദൈവം അനുവദിക്കുന്നത് നിന്റെ വിശ്വാസത്തിൽ ദൈവം നിന്നെ ബലപ്പെടുത്താനാണ്. കർത്താവിലുള്ള നിന്റെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ വേണ്ടി
ദൈവം അനുവദിക്കുന്ന തടസ്സങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുന്ന അനുഭവം നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് എടുത്ത് മാറ്റുന്നു. കർത്താവ് ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ എന്തെങ്കിലും ചെയ്യുന്നത്. കർത്താവ് എന്ത് ചെയ്താലും ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൽ, കർത്താവിനോടുള്ള വിശ്വാസത്തിൽ എന്തു വന്നാലും ഞാൻ കർത്താവിനെ വിട്ടുപോകില്ല എന്ന് ചങ്കുറ്റത്തോടെ, ചങ്കുറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിലേക്കും ആഴത്തിലേക്കും കർത്താവ് നിന്നെ കൈപിടിച്ചുയർത്തും. അത് കഴിയുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സം മാറി. കാരണം ഈ തടസ്സം അനുവദിച്ചത് നിന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനാണ്. ഈ തടസ്സം അനുവദിച്ചിട്ട് നിന്നിൽ വിശ്വാസം ആഴപ്പെട്ടില്ല എങ്കിൽ ചിലപ്പോൾ ആ തടസ്സം നീണ്ടുപോയെന്നിരിക്കും. കാരണം കർത്താവിൻ്റെ ഉദ്ദേശത്തിനോട് പൂർത്തിയാകണം.